പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് മൊഴി കൊടുക്കുക. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘന മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേഘന, ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് യുവതിയോട് ചോദിച്ചറിയേണ്ടതുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയായിട്ടുള്ള രാഹുൽ പി ഗോപാലിന്റെ അറസ്റ്റ് അനന്തമായി നീളുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ വിദേശത്തേക്ക് കടന്നതോടുകൂടി ഈ ഒരു നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളടക്കം അന്വേഷണ സംഘം തുടരുകയാണ്. അതിൽ വലിയ സങ്കീർണതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നാട്ടിൽ അന്വേഷണ സംഘം പ്രതിയുടെ വീടുകളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ, പീഡനമടക്കമുള്ള വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ യുവതിയുടെ, അതായത് നവവധുവായിട്ടുള്ള രാഹുൽ പി ഗോപാലിനെതിരെ പരാതി കൊടുത്ത യുവതിയുടെ രഹസ്യമൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയായിരിക്കും യുവതി മൊഴി കൊടുക്കുക. അതിൽ പ്രധാനമായും അന്വേഷണ സംഘം അറിയേണ്ടത് ഇനി ഏതെങ്കിലും വകുപ്പുകൾ ഈ രാഹുൽ പി ഗോപാലിനെ ചുമത്താനുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ തരത്തിൽ, മാത്രമല്ല അതിനിടയിൽ രാഹുൽ പി ഗോപാലിന്റെ കാറടക്കം കസ്റ്റഡിയിലെടുത്തപ്പോൾ രക്തക്കറയടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വിദഗ്ധ പരിശോധനയ്ക്കായി, ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുവതിയുടെ ആദ്യ മൊഴിയിലുള്ള ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുലർച്ചെ ആക്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നേയും ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യമാണ് ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും പ്രതി ചേർക്കേണ്ട ഒരു കാര്യം. അതിൽ ഈ പോലീസ് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ യുവതിയുടെ അമ്മയും സഹോദരിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിന്റെ വിശദ വിവരങ്ങളും യുവതിയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ യുവതി എത്തി മൊഴി കൊടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മേഘന, ഈ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും അതിൽ അനിശ്ചിതത്വം തുടരുകയാണോ? ശ്രുതി, തീർച്ചയായും. കാരണം രാഹുൽ ഇപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനി എന്ന് പറയുന്നത് രാഹുൽ മുന്നേ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്. അവിടേക്കാണ് ഈ കൃത്യം നടന്ന് രണ്ടാമത്തെ ദിവസം രാഹുൽ മുങ്ങുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതിന്റെ നടപടിക്രമങ്ങളൊക്കെ അത്രയും സങ്കീർണമാണ്. ഇതിൽ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയാണ് ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളടക്കം നടക്കുന്നത്. അതിൽ ഇന്റർപോൾ സംസ്ഥാന ഡയറക്ടറായിട്ടുള്ള ADGP ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇനി ഫ്രാൻസിലെ ഇന്റർപോൾ ആസ്ഥാനത്ത് എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള മറുപടി റിപ്പോർട്ടിന്മേൽ കൊടുക്കുക. അതിനുശേഷം മാത്രമേ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഒരു നടപടിക്രമങ്ങൾ അതിസങ്കീർണമാകും. ഇനിയും അറസ്റ്റ് വൈകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിനിടയിലാണ് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തുക. വിവരങ്ങളാണ് മേഘന മുരളി നൽകിയത്.